ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട് ഫോട്ടോൺസ്, ലൈറ്റ് യൂസ് ചെയ്ത് ഫുഡ് സിന്തസിസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ബയോളജിക്കൽ പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ ദ സെൽസ് ഓഫ് ഗ്രീൻ പ്ലാന്റ്സ്, ആൽഗെ ആൻഡ് സം ബാക്ടീരിയ. ക്ലോറോഫിലുള്ള എല്ലാ ഓർഗാനിസംസിനും പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ. ക്ലോറോഫിൽ എന്ന് പറഞ്ഞൊരു പിഗ്മെൻ്റ് ആണ്. ഈ പിഗ്മെൻറ്റ് ലൈറ്റ് എനർജീനെ ക്യാപ്ചർ ചെയ്തിട്ട്, സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് എനർജീനെ ക്യാപ്ചർ ചെയ്തിട്ട് അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയും പ്ലാന്റ്സ് റൂട്ട് ഹെയർസ് വഴി സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്തെടുക്കുന്ന വാട്ടറിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കമ്പൈൻ ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് എനർജി. നമുക്ക് എന്താ പ്രൊഡക്റ്റായിട്ട് കിട്ടുക? ഗ്ലൂക്കോസും ഓക്സിജനും. ഓക്സിജൻ ഈസ് റിലീസ്ഡ് ബാക്ക് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. ഫോട്ടോസിന്തസിസിന് നമുക്ക് രണ്ട് റിയാക്ഷൻസ് ആയിട്ട് തിരിക്കാൻ പറ്റും. ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റിയാക്ഷൻ, ലൈറ്റ് യൂസ് ചെയ്ത് ചെയ്യുന്ന റിയാക്ഷൻസും ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് അല്ലെങ്കിൽ ഡാർക്ക് റിയാക്ഷൻസ് എന്നും പറയും. ഓർ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് കാൽവിൻ സൈക്കിൾ. സൈറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഈസ് ദ ക്ലോറോപ്ലാസ്റ്റ്. ഒരു സെല്ലിനകത്തുള്ള ഒരു ഓർഗനലാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ. ഇതിനകത്ത് കുറച്ച് പിഗ്മെൻറ്റ്സ് ഉണ്ട്. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കെറോട്ടിനോയിഡ്സ് ആൻഡ് സാന്തോഫിൽ. ഈ ക്ലോറോഫിലാണ് ലൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നത്. ഇതാണ് ഒരു ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ. രണ്ട് മെംബ്രെയിൻസ് ഉണ്ട്, ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ. രണ്ട് മെംബ്രെയിൻ്റെ ഇടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ ഇൻ്റർ മെംബ്രെയിൻ സ്പേസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്തൊരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള റീജിയൻ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ സ്ട്രോമ എന്ന് പറയുന്നത്. ഈ സ്ട്രോമയ്ക്കകത്ത് ഈ കോയിൻസ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോലത്തെ കുറച്ച് സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ ആ ഒരു സ്റ്റോക്കിനെയാണ് നമ്മൾ ഗ്രാനം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സ്റ്റോക്കിനകത്ത് ഈ ഒറ്റ കോയിൻ പോലത്തെ ആ ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ഒറ്റ കോയിൻ, അതിനെയാണ് നമ്മൾ തൈലക്കോയിഡ് എന്ന് പറയുന്നത്. ആൻഡ് ഈ സ്റ്റോക്സ് തമ്മിൽ കണക്റ്റഡ് ആണ്. ഈ കണക്ട് ചെയ്തേക്കുന്ന ഈ ബ്രിഡ്ജിനെയാണ് ലെമെല്ല എന്ന് പറയുക. ഈ തൈലക്കോയിഡിൻ്റെ അകത്തുള്ള ഇൻസൈഡ് പോർഷനെ നമ്മൾ ലൂമൻ എന്ന് പറയും. ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ അകത്ത് തന്നെ രണ്ട് റീജിയൻസിലായിട്ടായിരിക്കും ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. തൈലക്കോയിഡ് മെംബ്രെയിൻ, അതായത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ അകത്ത് കാണുന്ന ആ ഒരു കോയിൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോലത്തെ ആ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഒരൊറ്റ കോയിനെയാണ് നമ്മൾ തൈലക്കോയിഡ് എന്ന് പറയുന്നത്. ആ തൈലക്കോയിഡിൻ്റെ മെംബ്രെയിനിലായിരിക്കും ഫോട്ടോസിന്തസിസിൻ്റെ ഒരു റിയാക്ഷൻ നടക്കുന്നത്, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റിയാക്ഷൻസ് നടക്കുന്നത്. തൈലക്കോയിഡ് മെംബ്രെയിൻസിൽ ക്ലോറോഫിൽ പ്രസൻ്റ് ആണ്. ഈ ക്ലോറോഫിലാണ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. സോ ഇവിടെ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റിയാക്ഷൻസ് നടക്കും. ഇനി സ്ട്രോമ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്ലൂയിഡ് ഫിൽഡ് റീജിയൻ surrounding the thylakoid membrane within the chloroplast. ഇവിടെയാണ് ഡാർക്ക് റിയാക്ഷൻസ് നടക്കുന്നത്. ഡിഫറെൻറ്റ് ലൈറ്റ്സിനെ അബ്സോർബ് ചെയ്യുന്ന, ക്ലോറോഫിൽ അബ്സോർബ് ചെയ്യുന്ന ഒരു ഗ്രാഫാണിത്. ഇനി ഫോട്ടോ സിസ്റ്റംസ് ഉണ്ട്. ഇപ്പം ഞാൻ ഓൾറെഡി ഫോട്ടോ പിഗ്മെൻറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു, ക്ലോറോഫില്ലിൻ്റെ കാര്യം പറഞ്ഞു. ഈ പിഗ്മെൻറ്റ്സിനെല്ലാം കൂടി ഓർഗനൈസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് ഫോട്ടോ സിസ്റ്റമായിട്ട് തിരിക്കാൻ പറ്റും. ഫോട്ടോസിസ്റ്റം 1 ആൻഡ് ഫോട്ടോസിസ്റ്റം 2. ഓരോ ഫോട്ടോ സിസ്റ്റത്തിനകത്തും ക്ലോറോഫിൽ എ ഉണ്ടാവും. അതിന് ചുറ്റുമുള്ള കുറച്ച് പിഗ്മെൻറ്റ്സും പ്രോട്ടീൻസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ എല്ലാ പിഗ്മെൻറ്റ്സും കൂടി കൂടിയിട്ട് ഒരു ആൻറ്റിനെ ആയിട്ട് ഫോം ചെയ്യും. ഈ ആൻറ്റിനയാണ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത്. ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിനെയാണ് നമ്മൾ ആൻറ്റിന എന്ന് പറയുന്നത്. സിംഗിൾ ക്ലോറോഫിൽ എനെയാണ് റിയാക്ഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. ഈ ഫോട്ടോസിസ്റ്റം 1നും ഫോട്ടോസിസ്റ്റം 2നും രണ്ട് ഡിഫറെൻറ്റ് റിയാക്ഷൻ സെൻറ്റേഴ്സ് ആണുള്ളത്. ഫോട്ടോസിസ്റ്റം 1 700 നാനോമീറ്ററിലുള്ള ലൈറ്റിനെ ആയിരിക്കും അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ഫോട്ടോസിസ്റ്റം 1നെ റിയാക്ഷൻ സെൻറ്റർ അല്ലെങ്കിൽ P700 കൂടി നമ്മൾ പറയും. ഫോട്ടോസിസ്റ്റം 2 എന്ന് പറയുന്ന 680 നാനോമീറ്റർ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റിനെ ആയിരിക്കും അബ്സോർബ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ആസ് P680. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഫോട്ടോസിസ്റ്റം 1 എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ NADP+നെ NADPH ആയിട്ട് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ NADPനെ NADPH ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഫോട്ടോസിസ്റ്റം 1. ഫോട്ടോസിസ്റ്റം 2 വാട്ടർ മോളിക്യൂൾസിനെ
സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഫങ്ഷൻ. ഫോട്ടോസിസ്റ്റം 1 ആണ് ആദ്യം ഡിസ്കവർ ചെയ്തത്, അതുകൊണ്ടാണ് നമ്മൾ തന്നെ ഫോട്ടോസിസ്റ്റം 1 എന്നും ഫോട്ടോസിസ്റ്റം 2 ലേറ്റർ ഡിസ്കവർ ചെയ്തത് കൊണ്ടാണ് ഫോട്ടോസിസ്റ്റം 2 എന്നും പറയുന്നത്. ഓക്കെ, photosystem 1 is found in the outer surface of the grana thylakoid membrane and photosystem 2 is found on the inner surface of the grana thylakoid membrane. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 അബ്സോർബ് ചെയ്യുന്നത് 700 നാനോമീറ്ററിലുള്ള വേവ് ലെങ്ത് ആണ്, വേറസ് ഫോട്ടോസിസ്റ്റം 2 അബ്സോർബ്സ് വേവ് ലെങ്ത് ഇൻ ദ റീജിയൻ ഓഫ് 680 നാനോമീറ്റർ. ഫോട്ടോസിസ്റ്റം 1 കുറച്ച് പ്രോട്ടീൻസേ കാണുള്ളൂ, പക്ഷേ 2 നമുക്ക് കുറേ പ്രോട്ടീൻസ്, അതായത് മൾട്ടി സബ് യൂണിറ്റ് കോംപ്ലക്സ്, കുറേ പ്രോട്ടീൻ കോംപ്ലക്സ് നമുക്ക് കാണാൻ പറ്റും. 1 റിയാക്ഷൻ സെൻറ്റർ എന്ന് പറയുന്നത് അയൺ സൾഫർ ടൈപ്പാണ്. ഫോട്ടോസിസ്റ്റം 2 ആണെങ്കിൽ ക്വിനോൺ ടൈപ്പാണ്. ക്ലോറോഫിൽ എ ആയിരിക്കും 1 അകത്ത് കൂടുതൽ ഉണ്ടാവുക വെൻ ഇറ്റ് ഇസ് കമ്പയർ ടു ബി, ബട്ട് ഫോട്ടോസിസ്റ്റം 2 ബി ആയിരിക്കും കൂടുതൽ. സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫറൈലേഷൻ ഫോട്ടോസിസ്റ്റം 1 നടക്കുന്നുണ്ട്. ലൈറ്റ് റിയാക്ഷൻസിന് നമുക്ക് വീണ്ടും രണ്ടാക്കി തിരിക്കാൻ പറ്റുന്നുണ്ട്, സൈക്ലിക്കും നോൺ സൈക്ലിക്കും. ഇത് രണ്ടും ഫോട്ടോസിസ്റ്റം 1 നടക്കുന്നുണ്ട്, പക്ഷേ നോൺ സൈക്ലിക് മാത്രമായിരിക്കും ഫോട്ടോസിസ്റ്റം 2 നടക്കുന്നത്. ഫോട്ടോസിസ്റ്റം 1 വരുന്ന പിഗ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്, ആൻഡ് ഫോട്ടോസിസ്റ്റം 2 വരുന്ന പിഗ്മെൻറ്റ്സ്. ഫോട്ടോസിസ്റ്റം 1 ഞാൻ പറഞ്ഞു സൈക്ലിക്കും നോൺ സൈക്ലിക്കും നടക്കുന്നുണ്ട്. സൈക്ലിക് ഫോട്ടോഫോസ്ഫറൈലേഷനിൽ ATP മാത്രമേ സിന്തസൈസ് ചെയ്യുന്നുള്ളൂ, പക്ഷെ നോൺ സൈക്ലിക്കിൽ NADPH കൂടി സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ഫോട്ടോസിസ്റ്റം 2 വാട്ടറും സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, ATPയും സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു ഫോട്ടോസിന്തസിസിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഈ പോർഷൻ ഇതാണ് തൈലക്കോയിഡ് മെംബ്രെയിനിലാണ് ലൈറ്റ് റിയാക്ഷൻസ് നടക്കുന്നത്. സോ ഫോട്ടോസിസ്റ്റം 1 ഉണ്ട്, ഫോട്ടോസിസ്റ്റം 2 ഉണ്ട്. ഇവിടെ ലൈറ്റ് വന്ന് വീണിട്ട് ലൈറ്റ് റിയാക്ഷൻസിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ATPയും NADPHും ആയിരിക്കും. ഓക്കെ, ATPയും NADPHും ഇത് രണ്ടും ഡാർക്ക് റിയാക്ഷൻ, സ്ട്രോമയിൽ നടക്കുന്ന ഡാർക്ക് റിയാക്ഷന് കൊടുക്കും. ATP എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അവർക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. NADPH എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡോണറാണ്, ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇലക്ട്രോൺസ് കൊടുക്കുക എന്നുള്ളതാണ് NADPHൻ്റെയും ATPയുടെയും ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ ഡാർക്ക് റിയാക്ഷൻ കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഗ്ലൂക്കോസ്, കാർബോഹൈഡ്രേറ്റ്, നമുക്ക് ഷുഗർ മോളിക്യൂൾസ് ആണ് ഇവിടെ ഡാർക്ക് റിയാക്ഷൻ കഴിഞ്ഞ് കിട്ടുന്നത്. വേറസ് ഇവിടെ ലൈറ്റ് റിയാക്ഷൻസിൽ എന്താണ്, ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു, ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് ATPയും NADPHും സിന്തസൈസ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ H2Oനെ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ തിരിച്ച് അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. ഡാർക്ക് റിയാക്ഷൻസിൽ കാർബൺ ഡൈ ഓക്സൈഡ്, അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്തിട്ടാണ് ഇവർ ബാക്കിയുള്ള ഫങ്ഷൻസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ഫുഡ് അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇനി ഓരോ റിയാക്ഷൻസും ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റിയാക്ഷൻ. ഇത് തൈലക്കോയിഡിൻ്റെ മെംബ്രെയിനാണ്. ഫോട്ടോസിസ്റ്റം 2 ആണ് ആദ്യം വരുന്നത്. ഈവൻ ദോ അതിൻ്റെ പേര് ഫോട്ടോസിസ്റ്റം 2 എന്നാണെങ്കിലും 2 ആണ് ആദ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലൈറ്റ് ഫോട്ടോൺസ് വന്ന് വീഴുമ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആവുന്നുണ്ട്. റൂട്ട് ഹെയർസ് വഴി അബ്സോർബ് ചെയ്തെടുത്ത വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് പ്രോട്ടോൺസും ഉണ്ടാവുന്നുണ്ട്, ഓക്സിജനും ഉണ്ടാവുന്നുണ്ട്. ആ ഉണ്ടായ ഓക്സിജൻ ഇറ്റ് ഈസ് റിലീസ്ഡ് ബാക്ക് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. തൈലക്കോയിഡിൻ്റെ ലൂമനിൽ പ്രോട്ടോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. ഇവിടെ എക്സൈറ്റഡ് ആയ ഇലക്ട്രോൺ കാരിയേഴ്സ് വഴി ഫോട്ടോസിസ്റ്റം 1 ഓക്കെ, അപ്പോൾ ഫോട്ടോസിസ്റ്റം 2 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ PS2 എന്ന് പറഞ്ഞാൽ മെംബ്രെയിനിൽ എംബഡഡ് ആണ്. പ്ലാസ്റ്റോക്വിനോൺ ഇറ്റ് ഈസ് എ മൊബൈൽ കാരിയർ ആണ്. ആൻഡ് ഇവിടെ സൈറ്റോക്രോം കോംപ്ലക്സ് വരുന്നുണ്ട്, സൈറ്റോക്രോം കോംപ്ലക്സും മെംബ്രെയിനിൽ എംബഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ പ്രോട്ടോൺസ് ഉണ്ടാവുന്നുണ്ട്. ആ പ്രോട്ടോൺസ് എല്ലാം തന്നെ ലൂമനിലോട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോട്ടോസിസ്റ്റം 1 അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ കാരിയേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡോണേഴ്സ്, ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സ് ഒക്കെ വരും. ഇവരെല്ലാം ഈ ഇലക്ട്രോൺസിനെ ക്യാരി ചെയ്ത്
ഇവിടെ വരുമ്പോൾ NADP ഇതിനെ ആക്സെപ്റ്റ് ചെയ്യും, ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് NADPH ആയിട്ട് മാറും. ഓക്കെ, ഇനി ഇവിടെ ലൂമനിൽ പ്രോട്ടോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടി വരുവാണ്. ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന പ്രോട്ടോൺസ് ഉണ്ട്, പ്ലസ് ഈ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇവിടെ പ്രോട്ടോൺ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ പ്രോട്ടോൺസ് ATP സിന്തേസ് വഴി സ്ട്രോമയിലോട്ട് കടന്നിട്ട് ADPനെ ഒരു ഫോസ്ഫോറൈലേറ്റ് ചെയ്ത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്ത് ATP സിന്തസൈസ് ചെയ്യുന്നുണ്ട്. സോ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റിയാക്ഷൻ്റെ റിസൾട്ടും ഇത് തന്നെയാണ് പറഞ്ഞത്. ഒരു ATP മോളിക്യൂളും ഉണ്ടാക്കുന്നുണ്ട്, NADPHും ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി നോക്കാം. ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റിയാക്ഷൻസ് ആണ് ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഫോട്ടോസിന്തസിസ്. എവിടെയാണ് നടക്കുക? ക്ലോറോപ്ലാസ്റ്റിൻ്റെ തൈലക്കോയിഡ് മെംബ്രെയിനിലായിരിക്കും ഉണ്ടാവുന്നത്. These reactions harness light energy to produce ATP and NADPH, which are then used in the Calvin cycle to convert carbon dioxide into glucose. First, light absorption ആണ്. ക്ലോറോഫിൽ പിഗ്മെൻറ്റ് ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ അവിടെയുള്ള ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആവും. ക്ലോറോഫിൽ മോളിക്യൂൾസ് ബിക്കം എക്സൈറ്റഡ് വെൻ ദേ അബ്സോർബ് ലൈറ്റ് എനർജി. അടുത്തത് ഫോട്ടോസിസ്റ്റം 2. എക്സൈറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് പ്രൈമറി ഇലക്ട്രോൺ ആക്സെപ്റ്ററിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, അവിടെ നമ്മൾ ഫോട്ടോസിസ്റ്റം 2 കഴിഞ്ഞിട്ട് ഫെറഡോക്സിൻ, പ്ലാസ്റ്റോക്വിനോൺ, സൈറ്റോക്രോം, അങ്ങനെ കുറേ ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സിനെ നമ്മൾ കണ്ടു. അപ്പോൾ പ്രൈമറി ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യും. മീൻ വൈൽ അവിടെ വാട്ടർ മോളിക്യൂളും സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. H2Oനെ സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ഫോട്ടോലൈസിസ് എന്നാണ് പറയുക. ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഓക്സിജൻസും അവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. ആ റിലീസ് ചെയ്യുന്ന ഓക്സിജൻ തിരിച്ച് അറ്റ്മോസ്ഫിയറിലോട്ട് വിടുവാണ്. ഓക്കെ, ഇനി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ആ ഇലക്ട്രോൺസ് കുറേ പ്രോട്ടീൻ കോംപ്ലക്സസിലൂടെ മൂവ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് ഒരു ചെയിൻ പോലെ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് അവിടെ. As electrons move through the electron transport chain, they release energy which is used to pump protons from the stroma into the thylakoid space. Okay, ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ലൂമനിലോട്ട്, സ്ട്രോമയിൽ നിന്ന് പ്രോട്ടോൺസ് ലൂമനിലോട്ട് അവർ പമ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് കൂടും. ഫോട്ടോസിസ്റ്റം 1ലും ലൈറ്റ് വന്ന് വീഴുന്നുണ്ട്. അവിടെ ഇലക്ട്രോൺസ് വീണ്ടും എക്സൈറ്റഡ് ആയി. ഫോട്ടോസിസ്റ്റം 2ൽ നിന്ന് കിട്ടിയ ഇലക്ട്രോൺസിനെ റീപ്ലേസ് ചെയ്ത് ഫോട്ടോസിസ്റ്റം 1ലെ ഇലക്ട്രോൺസ് ഇപ്പോൾ അവിടെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുവാണ്. ഇനി റിഡക്ഷനാണ് നടക്കുന്നത്. ഹൈ എനർജി ഇലക്ട്രോൺസ് ഫ്രം ദ ഫോട്ടോസിസ്റ്റം 1 ആർ ട്രാൻസ്ഫേർഡ് ടു അനദർ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആൻഡ് ദെൻ ടു NADP+. ഓക്കെ, അവിടെ വരുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ഹൈ എനർജി ആയിട്ടാണ് ഇവിടുത്തെ ഇലക്ട്രോൺസ് നിൽക്കുന്നത്. ഇവിടെ ഈ FNRN ഈ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും? accept ചെയ്തിട്ട് NADPക്ക് കൊടുക്കും. then NADP is reduced into NADPH. ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ സ്ട്രോമയിൽ നിന്നും ലൂമനിലോട്ട് H+ പ്രോട്ടോൺസ് പമ്പ് ചെയ്യുന്നുണ്ട്. സോ ഇവിടുത്തെ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് NADPH കിട്ടി. ഇനി ലൈറ്റ് റിയാക്ഷനിൽ ഒരു കാര്യം കൂടി വേണം, ATP കൂടി സിന്തസൈസ് ചെയ്യാനുണ്ട്. അടുത്ത ATP സിന്തസിസ്. ദ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ക്രിയേറ്റഡ് ഇൻ ദ തൈലക്കോയിഡ് സ്പേസ് ഡ്യൂറിംഗ് ദ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് ATP ത്രൂ എ പ്രോസസ് കോൾഡ് കെമിഓസ്മോസിസ്. പ്രോട്ടോൺസ് ഫ്ലോ ബാക്ക് ഇൻ ടു ദ സ്ട്രോമ ത്രൂ ATP സിന്തേസ്. അവിടെ ATP സിന്തേസ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഉണ്ട് മെംബ്രെയിനിൽ. ഇതിലൂടെ പ്രോട്ടോൺസ് സ്ട്രോമയിലോട്ട് മൂവ് ചെയ്യും. എന്നിട്ട് ADPയിലോട്ട് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ കൊടുത്ത് ഫോസ്ഫോറൈലേറ്റ് ചെയ്തിട്ട് നമുക്ക് ATP സിന്തസൈസ് ചെയ്തു. ഫോട്ടോഫോസ്ഫോറൈലേഷൻ ഞാൻ പറഞ്ഞായിരുന്നു. ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റിയാക്ഷൻസിനെ വീണ്ടും രണ്ടാക്കി തിരിക്കാൻ പറ്റും, സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനർജി, ലൈറ്റ് എനർജി യൂസ് ചെയ്തിട്ട് ADPനെ ATP ആക്കി മാറ്റുന്ന, ഇപ്പോൾ പറഞ്ഞ ATP സിന്തസിസ്, ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്ന് പറയുന്നത്. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ.
ഫോട്ടോസിസ്റ്റം 1 മാത്രമേ നമുക്കിത് കാണുള്ളൂ. ഇവിടെ സൈക്ലിക് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? സൈക്ലിക് മാനറിലാണ് അവിടെ നടക്കുന്നത്. എക്സൈറ്റഡ് ആയ ഇലക്ട്രോൺസ് NADP+ ട്രാൻസ്ഫർ ചെയ്യാതെ അത് തിരിച്ച് റിയാക്ഷൻ സെൻറ്ററിലോട്ട് വരുന്നുണ്ട്. അതായത് ഫോട്ടോസിസ്റ്റം 1 തന്നെ അത് തിരിച്ചു വരും. അപ്പം ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ATP മാത്രമായിരിക്കും. NADPH അവിടെ ഉണ്ടാകുന്നില്ല. കാരണം NADP അവിടെ എന്താ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, തിരിച്ച് റിയാക്ഷൻ സെൻറ്ററിലോട്ട് തന്നെ വരുവാണ്. ഓക്കെ, ഇതാണ് ഫോട്ടോസിസ്റ്റം 1. ഇവിടെ ലൈറ്റിൻ്റെ ഫോട്ടോൺസ് വന്ന് വീഴുമ്പോൾ അത് എക്സൈറ്റഡ് ആയിട്ട് കുറേ ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സ് ഉണ്ട്. ഇവിടെ NADP+ പോകാതെ ഈ ഇലക്ട്രോൺസ് തിരിച്ച് റിയാക്ഷൻ സെൻറ്ററിലോട്ട് വരും. ഇതിനെയാണ് നമ്മൾ സൈക്ലിക് ഫോട്ടോഫോസ്ഫറൈലേഷൻ എന്ന് പറയുന്നത്. പോണ പ്രോസസ്സിൽ ATP ഉണ്ടാകുന്നുണ്ട്. ഇനി നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫറൈലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ബോത്ത് PS2 ആൻഡ് PS1 ഇൻവോൾവ് ആവുന്നുണ്ട്. വാട്ടർ മോളിക്യൂൾ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ റിസൾട്ട് രണ്ടും ഉണ്ടാകുന്നുണ്ട്. NADPH ഉണ്ടാകുന്നുണ്ട്, ATP ഉണ്ടാകുന്നുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റിയാക്ഷനിൽ പറഞ്ഞ സെയിം സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഫോട്ടോസിസ്റ്റം 2 ലൈറ്റ് വന്ന് വീഴുമ്പോൾ അത് എക്സൈറ്റഡ് ആവും. എക്സൈറ്റഡ് ആയിട്ട് കുറേ ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സ് ഉണ്ടാവും. ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്ത് ഫോട്ടോസിസ്റ്റം 1 വരും. ദെൻ അത് വീണ്ടും എക്സൈറ്റഡ് ആയിട്ട് അവിടെ ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സ് വന്ന് ഇവിടെ ഹൈ എനർജി ആയിട്ട് നിൽക്കുന്ന ഇലക്ട്രോണിനെ ആർക്ക് കൊടുക്കും? NADP+ അതിനെ ആക്സെപ്റ്റ് ചെയ്യും. സോ നമുക്ക് റിസൾട്ടായിട്ട് NADPH കിട്ടും. ഇതാണ് സൈക്ലിക് റിയാക്ഷൻ കാണിക്കുന്നത്. അതായത് ഫെറഡോക്സിനിൽ വന്ന ഇലക്ട്രോണിനെ നേരെ ഫോട്ടോസിസ്റ്റം 1 ആ ഇലക്ട്രോൺ തിരിച്ച് ഫോട്ടോസിസ്റ്റം 1 തന്നെ വിടും. ഇവിടെ റിഡ്യൂസ് ആവാൻ ആ ഇലക്ട്രോണിനെ കൊടുക്കാതെ തിരിച്ചു വിടും. അതിനെയാണ് നമ്മൾ സൈക്ലിക്കും ഈ മൊത്തത്തിലുള്ള ഈ ഒരു ഇസഡ് ഷേപ്പ്, ഇസഡ് സ്കീം എന്നാണ് പറയുക. ഇതിനെയാണ് നമ്മൾ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്നും പറയുന്നത്. രണ്ടിൻ്റെയും ഡിഫറൻസസ് ആണ്. സൈക്ലിക്കിൽ ഫോട്ടോസിസ്റ്റം 1 മാത്രമേ ഉള്ളൂ, വെറാസ് നോൺ സൈക്ലിക്കിൽ ബോത്ത് ദ ഫോട്ടോസിസ്റ്റം ഈസ് ഇൻവോൾവ്ഡ്. P700 ആണ് റിയാക്ഷൻ സെൻറ്റർ സൈക്ലിക്കിൽ, വെറാസ് P680 ആണ് നോൺ സൈക്ലിക്കിലെ റിയാക്ഷൻ സെൻറ്റർ. സൈക്ലിക് എന്ന് പറയുമ്പോൾ സൈക്ലിക് മാനർ ആയിരിക്കും, കാരണം ഇലക്ട്രോൺസ് തിരിച്ച് വിടുന്നുണ്ട്. ATP മോളിക്യൂൾസ് മാത്രമേ ഇവിടെ പ്രൊഡ്യൂസ് ആവുന്നുള്ളൂ. ഓക്കെ, നോൺ സൈക്ലിക് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് തിരിച്ച് വിടുന്നില്ല, പകരം അവരെന്താ ചെയ്യുന്നത്? NADP അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് NADPH ആയിട്ട് റിലീസ് ചെയ്യും. ഇവിടെ ATP മോളിക്യൂൾസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോൺ സൈക്ലിക്ക് നമ്മൾ നോക്കിയപ്പോൾ കണ്ടു, ആദ്യം തന്നെ ഫോട്ടോസിസ്റ്റം 2 ലൈറ്റ് വീഴുന്നതിൻ്റെ കൂടെ തന്നെ വാട്ടറും അവിടെ ഫോട്ടോലൈസിസ് നടക്കുന്നുണ്ട്, വാട്ടറും സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ ഈസ് പ്രസൻറ്റ്. വേറെ സൈക്ലിക്കിൽ വാട്ടർ ആവശ്യമില്ല, NADPH ഉണ്ടാക്കുന്നില്ല, ഇവിടെ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഓക്സിജനും ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. നെക്സ്റ്റ് കാൽവിൻ സൈക്കിൾ അല്ലെങ്കിൽ ഡാർക്ക് റിയാക്ഷൻ. ഇപ്പം നമുക്ക് ATPയും കിട്ടി, NADPHും കിട്ടി. ഇനി ഈ കിട്ടിയതിനെ യൂസ് ചെയ്തിട്ട്, ഈ എനർജി യൂസ് ചെയ്തിട്ട് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ഫിക്സ് ചെയ്തിട്ട് എന്തുണ്ടാക്കണം? ഫുഡ് ഉണ്ടാക്കണം. Calvin cycle take place in the stroma of the chloroplast, which is the fluid-filled space surrounding the thylakoid membrane where the light-dependent reactions occur. The key steps of the cyclic reactions are as follows. 3 എണ്ണം ഉള്ളത്: carbon fixation, reduction and regeneration. ഫസ്റ്റ് കാർബൺ ഫിക്സേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് RUBP എന്ന് പറയുന്ന ഒരു മോളിക്യൂളായിട്ട് കമ്പൈൻ ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ എൻസൈം റുബിസ്കോ. ഓക്കെ, അപ്പോൾ RUBP എന്ന് പറയുന്ന മോളിക്യൂളിനെ നമ്മൾ 3 കാർബൺ മോളിക്യൂളായിട്ട് കൺവേർട്ട് ചെയ്യും. 6 മോളിക്യൂൾസ് ഓഫ് 3 ഫോസ്ഫോഗ്ലിസറേറ്റ് ആണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുക. അടുത്ത റിഡക്ഷൻ ആണ്. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ATPയും NADPHും ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റിയാക്ഷൻസ് കഴിഞ്ഞ് നമുക്ക് ATPയും NADPHും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിന് ഈ എനർജി യൂസ് ചെയ്തിട്ട് നേരത്തെ കിട്ടിയ 3 ഫോസ്ഫോഗ്ലിസറേറ്റിനെ നമ്മൾ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആക്കി മാറ്റും. ഈ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് തിരിച്ച് RUBP മോളിക്യൂൾ, നമ്മൾ ആദ്യം പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് കമ്പൈൻ ചെയ്ത മോളിക്യൂളാണ് RUBP. ഓക്കെ, ആ മോളിക്യൂളിനെ റീജനറേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കും
ബാക്കി ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിനെ ഗ്ലൂക്കോസും കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും. ഇപ്പോൾ പറഞ്ഞു തന്നെയാണ്, ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് മോളിക്യൂൾസിനെ നമ്മൾ യൂസ് ചെയ്തിട്ട് RUBPനെ തിരിച്ച് റീജനറേറ്റ് ചെയ്യും. സോ കാൽവിൻ സൈക്കിൾ ഒരു സൈക്ലിക് മാനറിൽ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ബാക്കി പ്രൊഡ്യൂസ് ചെയ്ത് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് യൂസ് ചെയ്തിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഇതാണ് ആ സൈക്കിൾ. കാർബൺ ഡൈ ഓക്സൈഡ് വരും, RUBP മോളിക്യൂൾ ഉണ്ട്, രണ്ടിനും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് 3 കാർബൺ ഉള്ള ഇതിലെ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് എന്ന് പറയുന്നത് 3 കാർബൺ കോമ്പൗണ്ട് ആയതുകൊണ്ട് നമ്മളിതിനെ C3 സൈക്കിളിനും കൂടി വിളിക്കും. 3 ഫോസ്ഫോഗ്ലിസറേറ്റ് കിട്ടി. ഇവിടെ NADPHും വരും, NADPHും ATP രണ്ടും, അതായത് ലൈറ്റ് റിയാക്ഷൻസിൽ നമ്മൾ സിന്തസൈസ് ചെയ്തെടുത്ത ATPയും NADPHും കൂടിയിട്ട് 3 ഫോസ്ഫോഗ്ലിസറേറ്റിനെ റെഡ്യൂസ് ചെയ്ത് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആക്കി മാറ്റും. ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിനെ പകുതി നമ്മൾ ഫുഡ് ഉണ്ടാക്കാനും, അതായത് കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനും പോവും. ബാക്കി നമ്മൾ തിരിച്ച് RUBP മോളിക്യൂൾ ഉണ്ടാക്കാനും യൂസ് ചെയ്യും. ഈ സ്റ്റെപ്പിനെയാണ് നമ്മൾ റീജനറേഷൻ എന്ന് പറഞ്ഞത്. ഇവിടെ ATP ആവശ്യമാണ്. Photorespiration. Photorespiration is the process that occurs in the plants when oxygen instead of carbon dioxide binds to RUBP in the active site of rubisco. Okay. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റുബിസ്കോ എൻസൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എഫിനിറ്റി ടുവേർഡ്സ് ബോത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ബൈൻഡ് ചെയ്താലുള്ള കേസാണ് കാൽവിൻ സൈക്കിൾ അല്ലെങ്കിൽ C3 സൈക്കിൾ എന്ന് പറഞ്ഞാൽ. ഇനി കാർബൺ ഡൈ ഓക്സൈഡിന് പകരം അതൊരു ഓക്സിജൻ മോളിക്യൂളായിട്ട് ആണ് ബൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന സൈക്കിളിനെയാണ് നമ്മൾ ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ലീഡ്സ് ടു ഫോർമേഷൻ ഓഫ് 3 ഫോസ്ഫോഗ്ലിസറേറ്റ് ആൻഡ് 2 ഫോസ്ഫോഗ്ലിസറേറ്റ്. നമുക്ക് ഈ ഫോട്ടോ റെസ്പിറേഷൻ പ്ലാന്റ്സിൽ അത്ര യൂസ്ഫുൾ അല്ല, കാരണം കുറേ എനർജി ഇത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡും ഇവിടെ ലോസായി പോകുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഫുഡോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹൈ ഓക്സിജൻ ലെവൽസ് ഒക്കെ ഉള്ള ഏരിയാസിലായിരിക്കും ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നത്. ഓക്കെ, റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് വന്നിട്ട് RUBP എന്ന് പറഞ്ഞ മോളിക്യൂളായിട്ട് ബൈൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള കാൽവിൻ സൈക്കിൾ നടക്കും, അല്ലെങ്കിൽ C3 സൈക്കിൾ നടക്കും. ഇനി ഇൻ കേസ് കാർബൺ ഡൈ ഓക്സൈഡിന് പകരം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ കുറവാണ് അല്ലെങ്കിൽ ഓക്സിജൻ്റെ ലെവൽ കൂടുതലാണെന്നൊക്കെ ഉണ്ടെങ്കിൽ RUBP ആയിട്ട് വന്ന് ബൈൻഡ് ചെയ്യാൻ പോകുന്നത് ഓക്സിജൻ മോളിക്യൂളായിരിക്കും. സോ നമുക്കിവിടെ 3 ഫോസ്ഫോഗ്ലിസറേറ്റും 2 ഫോസ്ഫോ ഗ്ലൈക്കോളേറ്റ് ആണ് ഫസ്റ്റ് പ്രോഡക്റ്റ് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ഭയങ്കര എനർജി കൺസ്യൂം ചെയ്യുന്ന സ്റ്റെപ്പുമാണ് ഇത്. ഇനി C4 സൈക്കിൾ. ഇപ്പോൾ ഡാർക്ക് റിയാക്ഷൻസിൽ നമ്മൾ മെയിനായിട്ട് കാൽവിൻ സൈക്കിൾ അല്ലെങ്കിൽ C3 സൈക്കിളാണ് നമ്മൾ നോക്കേണ്ടത്. അതിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് വരുന്ന സൈക്കിൾസാണ് ഈ C4 സൈക്കിളും ഫോട്ടോ റെസ്പിറേഷൻ എന്നും പറയുന്നത്. Biochemical adaptation that some plants have evolved to minimize the photorespiration and improve carbon fixation efficiency, particularly in hot and dry conditions. Okay, ഈ photorespiration വേസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് മിനിമൈസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ യൂസേജ് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടി ഹോട്ട് ആൻഡ് ഡ്രൈ കണ്ടീഷൻസിൽ പ്ലാന്റ്സ് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് C4 സൈക്കിൾ. ഷുഗർ കെയിനിൽ കുറച്ച് ഗ്രാസസിലൊക്കെയാണ് ഇത് മെയിനായിട്ട് കാണാം. ഓക്കെ, ഇനീഷ്യൽ കാർബൺ ഡൈ ഓക്സൈഡ് carbon fixation occurs in the mesophyll cells, whereas phosphoenol pyruvate carboxylase fixes carbon dioxide to form a 4-carbon compound oxoacetate. ഇവിടെ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ C4 സൈക്കിൾ എന്ന് പറയുന്നത്. നേരത്തെ C3 സൈക്കിൾ പറഞ്ഞപ്പോൾ സ്ട്രോമയിലാണ് നടന്നത്, പക്ഷെ ഇവിടെ ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടക്കുന്നത് മീസോഫിൽ സെൽസിലാണ്. മീസോഫിൽ സെൽസിൽ എന്ത് ചെയ്യും? PEP കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്തിട്ട് ഓക്സാലോ എസറ്റേറ്റ് ആക്കി മാറ്റും. ഈ 4 കാർബൺ കോമ്പൗണ്ട് ദെൻ ബണ്ടിൽ ഷെഡ് സെൽസിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, വേറെ റിലീസസ് കാർബൺ ഡൈ ഓക്സൈഡ്, അവിടെ ചെന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ ഇത് റിലീസ് ചെയ്യും. ദിസ് ലോക്കലൈസ്ഡ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഹെൽപ്പ് റെഡ്യൂസ് ദ ലൈക്ലിഹുഡ് ഓഫ് ഓക്സിജനേഷൻ ബൈ റുബിസ്കോ, മിനിമൈസിങ് ഫോട്ടോ റെസ്പിറേഷൻ.
ഓക്കെ, അപ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്തപ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടി. സോ നമുക്ക് ഫോട്ടോ റെസ്പിറേഷൻ കുറയ്ക്കാൻ പറ്റും. ഓക്സിജൻ വന്ന് റുബിസ്കുമായിട്ട് ബൈൻഡ് ചെയ്യാതെ കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ ബൈൻഡ് ചെയ്യും. The Calvin cycle where carbon dioxide is further fixed and converted into sugars take place in the bundle shell cell. അവിടെ കാൽവിൻ സൈക്കിൾ നടക്കും. ഇനി ഫോട്ടോസിന്തസിസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊഡ്യൂസ് ഫുഡ് ഫോർ ഓൾ ദ ലിവിങ് ഓർഗാനിസംസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്താലാണ്, ഈവൻ നമ്മളാണെങ്കിലും വെജിറ്റബിൾസ് നമ്മൾ ഗ്രീൻ ലീവ്സൊക്കെ കഴിക്കുന്നുണ്ട്. ഇതിനെല്ലാം നമുക്ക് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യണം. Provide raw materials for building or making other useful product. Balance the composition of atmospheric air. പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലോട്ട് എടുത്തിട്ട് ഓക്സിജൻ തിരിച്ച് വിടുന്നുണ്ട്. ഈ ഓക്സിജനാണ് നമ്മൾ റെസ്പയർ ചെയ്യുന്നത്. ആൻഡ് ഫോർമേഷൻ ഓഫ് ഫോസിൽ ഫ്യൂവൽസ്.